വയനാട് ജില്ലയിലെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കൽപ്പറ്റയിൽ നിന്നും 20 കിലോമീറ്റർ സഞ്ചരിച്ച് പടിഞ്ഞാറത്തറ ഡാം റൂട്ടിൽ പോയാൽ ഇവിടെ എത്താം. ബാണാസുര മലനിരകളുടെ താഴ്വരയിലാണ് ബാണാസുര ഡാം. പടിഞ്ഞാറത്തറ നിന്നും ഡാമിലേക്ക് പോകുന്ന വഴി തന്നെ ഡാമിൻ്റെ സ്പിൽവേ കാണാം. ഇതാണ് കരമാൻതോട് നദി. കബനി നദിയുടെ പോഷക നദിയായ ഈ പുഴയ്ക്ക് കുറുകെയാണ് ഈ എർത്ത് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയരികിൽ തന്നെ KSEB വാഹന ചാർജിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിപരീത കാലാവസ്ഥയായതിനാൽ കവാടത്തിനരികെ ഇന്ന് വലിയ തിരക്കു കാണുന്നില്ല. സഞ്ചാരികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ കാണാം. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം. ടിക്കറ്റ് നിരക്കുകളും മറ്റും കൃത്യമായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് 3 പേർക്കുള്ള എൻട്രി ടിക്കറ്റാണ്. ഈ വഴി ഡാമിൻ്റെ താഴ്ഭാഗത്തുകൂടി അല്പദൂരം നടന്നാൽ ഡാമിൻ്റെ മുകളിലെത്താം. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷട്ടിൽ സർവീസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി 2 ഭാഗത്തേക്കായി ചെറിയ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കല്ലുകളും പാറകളും ഒന്നിച്ചു ചേർത്ത് കുന്നുകൾക്കിടയിൽ ശക്തമായ ഒരു മൺതടയണ രൂപപ്പെടുത്തിയിരിക്കുന്നു. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പുൽമൈതാനം പോലെയുള്ള ഡാമിൻ്റെ പിൻഭാഗമാണിത്. ഡാമിന് മുകളിലെത്തിയാൽ ബാണാസുര മലനിരകൾ വ്യക്തമായി കാണാം. സാഹസികർക്ക് ആകർഷകമായ ട്രെക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. വനത്തിലൂടെ സഞ്ചരിച്ച് കൊടുമുടിയിലെത്തിയാൽ മുകളിൽ നിന്നുള്ള ജലസംഭരണിയുടെ വിശാലമായ കാഴ്ച അതിമനോഹരമാണ്. ബോട്ട് സവാരിയുടെ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ മനോഹരമായ ഒരു ചെറിയ നാച്ചുറൽ പാർക്ക് ഇവിടെയുണ്ട്. ചെറിയ പൂന്തോട്ടവും ആക്ടിവിറ്റി ഏരിയയും. തടാകത്തിൽ നിന്നും വീശുന്ന കാറ്റും തണലേകുന്ന ചെറുവൃക്ഷങ്ങളും ചെടികളും, ശാന്തമായ അന്തരീക്ഷം, പരമ്പരാഗത രീതിയിലുള്ള ഊഞ്ഞാൽ. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും നടക്കാനും കുട്ടികൾക്ക് കളിക്കാനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. പാർക്കിൽ കുട്ടികൾക്കുള്ള പെഡൽ ബോട്ട് റൈഡ്, ബുൾ റൈഡ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഫിഷ് സ്പാ സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് ബോട്ടിംഗ് സവാരി ആരംഭിക്കുന്നത്. ബോട്ടിംഗ് സവാരി തന്നെയാണ് ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. വൈകിട്ട് 5 മണിക്ക് നിർത്തുന്ന തരത്തിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. സ്പീഡ് ബോട്ടിംഗ്, കയാക്കിംഗ്, കൊറാക്കൽ റൈഡ്, പാൻഡൂൺ റൈഡ് എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടിങ്ങിന് ഓൺലൈനായി ടിക്കറ്റ് എടുക്കണം. അതിനുള്ള സൗകര്യം ബോട്ടിംഗ് സ്റ്റേഷനിലും ഉണ്ട്. ഇത്രയധികം മനോഹരമായ ഒരു ബോട്ടിംഗ് യാത്ര വയനാട്ടിൽ വേറെയില്ല എന്ന് വേണം പറയാൻ. പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളാൽ മൂടപ്പെട്ട ദ്വീപുകളും ചെറുകുന്നുകളും പർവ്വതനിരകളും മനോഹരമായ ദൃശ്യഭംഗി. താരതമ്യേന വളരെ ചിലവ് കുറഞ്ഞതും ദീർഘദൂരമുള്ള ബോട്ടിംഗ് സവാരിയും ബാണാസുര ബോട്ടിങ്ങിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ വിശാല വിസ്തൃതിയിൽ കൊച്ചു കൊച്ചു ദ്വീപുകൾക്കിടയിലൂടെയുള്ള ബോട്ടിംഗ് വിസ്മയകരമായ ഒരു അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ ഭൂമികയിലൂടെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കാണാൻ ഭാഗ്യം ലഭിക്കുന്ന കാഴ്ചകൾ. തടാക തീരങ്ങളിൽ ആകർഷകമായ റിസോർട്ടുകളും മറ്റും കാണാം. ബോട്ടിംഗ് കഴിഞ്ഞ് ഡാമിൻ്റെ മുകളിലൂടെ മധ്യഭാഗത്തേക്ക് നീങ്ങിയാൽ ഡാമിൻ്റെ മുഴുവൻ കാഴ്ചയും ആസ്വദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട സൗരോർജ്ജ പാനലുകൾ ആണിത്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. ജലസേചനം, കുടിവെള്ളം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതൊക്കെയാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 38.5 മീറ്റർ ഉയരവും 685 മീറ്റർ നീളവുമാണ് ഡാമിന്. ആകർഷകമായ സിപ്പ് ലൈൻ റൈഡ്. സാഹസിക സഞ്ചാരികൾക്ക് സിപ്പ് ലൈൻ ആസ്വദിക്കാം. പ്രവേശന കവാടത്തിനരികെ ലാൻഡ് ചെയ്യുന്ന തരത്തിലാണ് സിപ്പ് ലൈൻ ക്രമീകരിച്ചിരിക്കുന്നത്. കവാടത്തിനടുത്തായി കുട്ടികൾക്കായുള്ള ബമ്പർ കാർ റൈഡിംഗ്, വീഡിയോ ഗെയിമിംഗ് തുടങ്ങിയ ഇഷ്ടവിനോദങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
ഇതിനായെല്ലാം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഡാമിൻ്റെ മുഴുവൻ ദൃശ്യഭംഗിയും ആസ്വാദികരമായ ബോട്ടിംഗ്, മറ്റ് റൈഡുകൾ എന്നിവ ആസ്വദിച്ചും സഞ്ചാരികൾക്ക് മടങ്ങാം. ഡാമിന് പരിസര പ്രദേശങ്ങളിൽ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുണ്ട്. കളിമണ്ണിൽ നിർമ്മിച്ച മുറികൾ, തടിക്കുടിലുകൾ, വില്ലകൾ, 5 സ്റ്റാർ റിസോർട്ടുകൾ, സഞ്ചാരികൾക്ക് ആവശ്യമായ ഇൻഹൗസ് സ്പാ എന്നിവ ഇവിടം ലഭ്യമാണ്. സഞ്ചാരികൾക്ക് വളരെയധികം ആസ്വാദികരമായ ഒരു യാത്രാനുഭവമായിരിക്കും ബാണാസുര ഡാം സന്ദർശനം. എല്ലാ യാത്രികർക്കും ശുഭയാത്ര ആശംസിക്കുന്നു.